കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധിയുടെയും സുധീഷിൻ്റെയും റിസപ്ഷൻ നടക്കുകയാണ്. ആ സമയത്ത് സുധീഷും നിധിയും സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് സുധീഷ് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്നത് കണ്ടുകൊണ്ട് രാജീവിൻ്റെ ഫ്രണ്ട്സിനെ സുധീഷിൻ്റെയും നിധിയുടെയും അടുത്തോട്ടേക്ക് കൊണ്ട് നിർത്തി ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് രാജീവൻ സുഭാഷിനോട് പറയും, ഒന്ന് മാറി നിൽക്കൂ, ഇവരെൻ്റെ ബിസിനസ് പാർട്ട്ണർമാരാണ്, അവരുമായി ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി അവർ ഫോട്ടോ എടുക്കണം. അങ്ങനെ അവരെല്ലാവരും ഫോട്ടോ എടുത്ത് പോകുന്ന സമയത്ത് പിന്നെയും സുധീഷ് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും വിളിക്കുന്നുണ്ട്. അവർ ചെല്ലുന്ന സമയത്ത് പിന്നെയും രാജീവൻ വേറെയുള്ളവരെ കൊണ്ടുവന്ന് നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ പോകുന്ന സമയത്തും അവരെ മാറ്റി നിർത്തുകയാണ്. ഇത് കാണുന്ന സുധീഷിന് സങ്കടം വരുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റേജിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാസ്കരനും ലളിതയ്ക്കും സുനന്ദയ്ക്കും നിധിക്കും നിധിയുടെ കുടുംബത്തിനും എല്ലാവർക്കും സങ്കടം വരികയാണ്. എന്നിട്ടും സുധീഷ് അവരെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോഴും രാജീവൻ്റെ ബന്ധുക്കളെയും നിർത്തി ഫോട്ടോ എടുക്കാൻ നിൽക്കുക. പക്ഷേ ഹരീഷിനോടും നികേഷിനോടും പറയും, നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇത് കാണുന്ന നിധിക്കും സുധീഷിനും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പിന്നെയും രാജീവൻ്റെ ബന്ധുക്കളെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് നിധി പറയും, ഞങ്ങളൊന്ന് ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ അച്ഛ എന്ന് പറയാണ്. അപ്പോൾ രാജീവൻ പറയും, മോളെ ഇവരൊക്കെ ഗസ്റ്റായിട്ട് വന്നവരല്ലേ എന്ന് പറയണം. ആ സമയത്ത് നിധി പറയും, അച്ഛാ ഞാൻ കുറേ നേരമായല്ലോ മേക്കപ്പൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത്, ഇനി എൻ്റെ ഫാമിലിയുടെ കൂടെയും കൂടി ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നിധി സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയും, ഇപ്പോൾ മോളെ അവർ ഫോട്ടോ എടുത്തോട്ടെ, ഞങ്ങൾ പിന്നെ എടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയും, സുഭാഷ് ഏട്ടാ ഇങ്ങ് സ്റ്റേജിലോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി സുഭാഷിനെയും ഹരീഷിനെയും സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിധി ചോദിക്കും, എവിടെ അച്ഛന് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറയും, ഞാനിതാ ഇവിടെയുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ സ്റ്റേജിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കും, എന്താ അച്ഛന് അവിടെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെ രാജീവൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ സാന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, മോളെ ആ ഫോട്ടോ എടുക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സാന്ദ്ര പറയുന്നുണ്ട്, അത് ആണ് സുധീഷിൻ്റെ ഫാമിലി എന്ന് പറയുകയാണ്. ആ സുധീഷിൻ്റെ അടുത്ത് നിൽക്കുന്നത് സുധീഷിൻ്റെ ഏട്ടൻ, മറ്റു 2 പേര് അനിയന്മാർ ഇരിക്കുന്നത് സുധീഷിൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ്. ആ സമയത്ത് അയാൾ സാന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛനല്ലേ പറഞ്ഞത് അത് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെന്ന്. ആ സമയത്ത് സാന്ദ്ര പറയും, അത് നിങ്ങൾക്ക് തോന്നിയതാകും, അത് ഇത് സുധീഷിൻ്റെ വീട്ടുകാരാണെന്ന് പറയുകയാണ്. ഇത് രാജീവൻ കേൾക്കുന്നുണ്ട്. സമയത്ത് അയാൾ രാജീവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലേ അത് ആരാണെന്ന്. ആ സമയത്ത് നിങ്ങളല്ലേ പറഞ്ഞത് അത് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന്, എന്തിനാണ് നിങ്ങൾ കളവ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അയാൾ രാജീവനോട്. പിന്നീട് നിധിയുടെ അമ്മ നിധിയോട് പറയണ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞോ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഇപ്പോൾ കഴിയും അമ്മേ, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ ഫാമിലിയും അതുപോലെ സുധീഷിൻ്റെ ഫാമിലിയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. പിന്നീട് നിധി നികേഷിനോട് പറയുന്നുണ്ട്, നീ പോയി സുനന്ദയെയും നീതുവിനെയും എല്ലാവരെയും വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ നികേഷ് അവരെല്ലാം വിളിക്കാൻ പോകുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. പിന്നീട് രാജീവൻ സ്റ്റേജിൽ നിന്ന് പറയും, എൻ്റെ മകളെ കെട്ടിച്ച വീട്ടുകാർ നല്ല പൈസയുള്ളവരാണെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നിധിയും സുധീഷും സുഭാഷും ഹരീഷും നികേഷും അതുപോലെ സുനന്ദയും നിധിയും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സുധീഷിന് സ്വന്തമായിട്ടൊരു ട്രാവൽസ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിധി മെല്ലെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, സ്വന്തമായിട്ട് ട്രാവൽസ് എന്ന് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ സുധീഷിനെ പൊക്കി പറയുകയാണ് രാജീവൻ. ഇങ്ങനെ പറയുന്നുണ്ട്, സുധീഷ് ആദ്യം കാർ ഡ്രൈവറായി, പിന്നെ സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ചു, ഇപ്പോൾ സ്വന്തമായിട്ടൊരു ട്രാവൽസ് വരെ ഉണ്ടെന്ന് പറയാണ്. അതുപോലെ സുഭാഷിന് വലിയ ബിസിനസ്മാനാണ്, അതുപോലെ മെക്കാനിക് എൻജിനീയറാണ് ഹരീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മകൾ പ്രേമിച്ച് വന്നത് വലിയ പൈസയുള്ള ആൾക്കാരെയാണെന്ന് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തുകയാണ്. പിന്നീട് നിധി പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിധി മൈക്ക് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നിധി പറയാണ്, അച്ഛൻ ഇവിടെ പറഞ്ഞതെല്ലാം കള്ളമാണ്, സുധീഷിന് സ്വന്തമായിട്ട് ട്രാവൽസ് ഒന്നുമില്ല, സുധീഷ് ഒരു കാർ ഡ്രൈവറാണ് എന്നൊക്കെ പറയാണ്. സുഭാഷ് ഏട്ടനും അതുപോലെ ഒരു
ബിസിനസ് അല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒക്കെയാണ് നിധി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് നിധി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നും കിട്ടാത്ത എല്ലാ സുഖവും സൗകര്യങ്ങളും എനിക്ക് സുധീഷിൻ്റെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ്റെയും അനിയന്മാരുടെയും എല്ലാവരുടെയും സ്നേഹം എനിക്ക് സുധീഷിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നിധി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ രാജീവന് ആകപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ്. അതുപോലെ ഭാസ്കരന് ഒരു അച്ഛന് മകൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.